ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിത്ർ നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കൽ നമ്മുടെ കടമയാണ്. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരം ശക്തമായ സുന്നത്താണ്. വിത്ർ നിസ്കാരം നിർബന്ധമാണ്, വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. ഫർള് നിസ്കാരത്തിന്റെ പുറമെ ഒരു വാജിബായ മറ്റൊരു നിസ്കാരമാണ് വിത്ർ എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിത്ർ നിസ്കാരം വളരെയധികം സൂക്ഷിക്കുകയും നിർബന്ധം പോലെ നിർവഹിക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തമമായ സുന്നത്ത് നിസ്കാരമാണ്. പരിശുദ്ധമായ റമദാനിലാണ് നാം ഇപ്പോൾ ഉള്ളത്. റമദാനിൽ നമ്മൾ തറാവീഹിന് ശേഷം വിത്ർ നിസ്കരിക്കാറുണ്ട്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ വിത്ർ നിസ്കാരം പലരും ഉപേക്ഷിക്കലാണ് പതിവ്. ഇശാഇന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ശക്തമായ സുന്നത്താണ്, മുഅക്കദായ റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതാണ്. അപ്രകാരം വിത്ർ നിസ്കാരവും വളരെ ശക്തമാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽ വിത്റു ഹഖ്ഖുൻ. ധാരാളം ഹദീസുകൾ വിത്റിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിത്ർ ഹക്കാണ് എന്നാ പറഞ്ഞത്, കടമയാണ് എന്നർത്ഥം. വെറും സുന്നത്ത് എന്ന് പറഞ്ഞ് മതിയാക്കാതെ ശക്തവും നിർബന്ധവുമായ കടമയാണ് എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിത്ർ നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, മൻ തറക്കൽ വിത്ർ അംദൻ ഫഹുവ റജുലു സൂഇൻ. വിത്ർ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ മോശമായ മനുഷ്യനാണ്. ലാ യംബഗി അൻ തുഖ്ബല ലഹു ഷഹാദ. സാക്ഷി വരെ അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, ഇന്നല്ലാഹ അമദ്ദകും ബിസലാത്തിൻ ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുമുരിൻ നഅം. അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു നിസ്കാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവന്ന ഒട്ടകം, അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടകമായിരുന്നു ചുവന്ന ഒട്ടകം. ആ ഒട്ടകത്തെക്കാൾ, അത് വലിയ വില പിടിച്ച ഒട്ടകവുമാണ്, ആ ഒട്ടകത്തെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടകമുണ്ടല്ലോ, ചുവന്ന ഒട്ടകം, ആ ചുവപ്പ് ഒട്ടകത്തെക്കാളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും നിങ്ങൾക്ക് ഉത്തമമായതാണ് ആ നിസ്കാരം. വമാഹിയ യാ റസൂലല്ലാഹ്, അത് ഏതാണ് നബി എന്ന് ചോദിച്ചപ്പോൾ ഖാൽ അൽ വിത്റു മാ ബൈന സ്വലാത്തിൽ ഇശാ ഇലാ തുലൂഇൽ ഫജ്ർ. ഇശാ നിസ്കാരത്തിന് ശേഷം ഫജ്ർ വെളിവാകുന്നത് വരെ, സുബിഹി വരെ, അതിന്റെ ഇടയിലായി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് വിത്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ വിത്റു ലൈസ ബിഹത്മിൻ കസ്സലാത്തിൽ മക്തൂബ. വിത്ർ ഫർള് നിസ്കാരം പോലെ നിർബന്ധമല്ല. വലാകിൻ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി അത് സരിയാക്കിയിട്ടുണ്ട്. ഖാൽ ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. അല്ലാഹു ഒറ്റയാണല്ലോ, അവൻ ഒറ്റയെ ഇഷ്ടം വെക്കുന്നു. ഫഔതിറു, നിങ്ങൾ വിത്ർ നിസ്കരിക്കൂ. യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചര്യയാക്കിയിട്ടുണ്ട്. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മിൻ കുല്ലിൽ ലൈലി ഖദ് ഔതറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അവ്വലിൽ ലൈൽ വമിൻ അവസതിഹി വമിൻ ആഖിരിഹി. നബി തങ്ങൾ ചിലപ്പോൾ ആദ്യം വിത്ർ നിസ്കരിക്കും, ചിലപ്പോൾ നടുവിൽ നിസ്കരിക്കും, ചിലപ്പോൾ രാത്രിയുടെ അവസാനം നിസ്കരിക്കും. വന്തഹാ വിത്റുഹു ഇല സഹർ, അത്തായം വരെ ചിലപ്പോൾ വിത്ർ നീളമാകാറുമുണ്ട്, ദീർഘനിസ്കാരമാവാറുമുണ്ട്. നബി തങ്ങൾ രാത്രി വിത്ർ നിസ്കരിക്കാതിരുന്നിട്ടില്ല എന്നർത്ഥം. വിത്ർ ആദ്യം നിസ്കരിക്കാം, അവസാനവും നിസ്കരിക്കാം. ഏറ്റവും നല്ലത് അവസാന നിസ്കാരം വിത്റാക്കലാണ്, രാത്രിയിലെ അവസാന നിസ്കാരം. ഇജാലു ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റ, നിങ്ങൾ നിങ്ങളുടെ നിസ്കാരത്തിന്റെ രാത്രിയിലെ അവസാനം വിത്റാക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഔതിറു ഖബല അൻ തുസ്ബിഹു, നേരം പുലരുന്നതിന് മുമ്പ് ഒരു വിത്ർ നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ വിത്റു ഹഖ്ഖുൻ, വിത്ർ കടമയാണ്. കടമയാണെന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണ്. ഫമൻ അഹബ്ബ യൂത്തിറ ബിഖംസിൻ ഫൽയഫ്അൽ, 5 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. ഫമൻ അഹബ്ബ യൂത്തിറ ബിസലാസിൻ ഫൽയഫ്അൽ, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. വമൻ അഹബ്ബ യൂത്തിറ ബിവാഹിദത്തിൻ ഫൽയഫ്അൽ, 1 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈലി ഫൽയൂത്തിർ അവ്വലഹു, രാത്രിയുടെ അവസാനം എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് ഭയമുണ്ടെങ്കിൽ അവൻ ആദ്യം നിസ്കരിക്കട്ടെ വിത്ർ. രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് പേടിയുണ്ടെങ്കിൽ ആദ്യം തന്നെ വിത്ർ നിസ്കരിച്ചു കൊള്ളട്ടെ. വമൻ തമഅ യഖൂമ ആഖിറൽ ലൈൽ, അവസാനം രാത്രിയുടെ അവസാനം എഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷയുള്ളവൻ ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈലി മശ്ഹൂദ, രാത്രിയുടെ അവസാനത്തെ നിസ്കാരം മലക്കുകൾ സാക്ഷി നിൽക്കുന്നതാണ്, സാക്ഷിയാക്കപ്പെടുന്ന നിസ്കാരമാണ്. വദാലിക അഫ്ളൽ, അതാണ് ശ്രേഷ്ഠത. വസലാത്തു ആഖിറിൽ ലൈലി അഫ്ളൽ, ഉണരുമെന്ന് പ്രതീക്ഷയുള്ളവർക്ക് അവസാനമാണ് നിസ്കരിക്കാൻ നല്ലത്. 1 റക്അത്ത് വിത്ർ നിസ്കരിക്കാം, പക്ഷേ ഏറ്റവും 3 നിസ്കരിക്കണം. 1 റക്അത്ത് ചുരുക്കി എന്നും പതിവാക്കുക എന്നത് അത്ര ഗുണമുള്ളതല്ല. 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 11 വരെ വിത്ർ നിസ്കരിക്കാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ലേ, നബി തങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു റമളാനിൽ? ഏത് നിസ്കാരം? സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരം വിത്ർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിത്റിന്റെ അധ്യായത്തിലാണ് കൊണ്ടുവന്നത്. ഇമാം ഖസ്തല്ലാനി സഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഇത് വിത്റിനെ പറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരൊക്കെ ഇത് വിത്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത്? നബിതങ്ങൾ ആയിഷ ബീവിയോട് നബിയുടെ നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 11 വർദ്ധിപ്പിക്കലില്ല. വിത്ർ അവിടെ നിന്ന് 11 നിസ്കരിച്ചത് എന്നതിന് ഇത് വിത്റിനെ പറ്റിയാണ് ചോദ്യം. കാരണം റമളാൻ നിസ്കാരം ഖിയാമു റമളാൻ എങ്ങനെയായിരുന്നു എന്നല്ല, തറാവീഹിനെ പറ്റി അല്ല ചോദിച്ചത്. ചില തറാവീഹാണെന്ന് പറഞ്ഞ് തറാവീഹ് 11 ആക്കാറുണ്ട്. മറിച്ച് റമളാനിൽ നബിയുടെ നിസ്കാരം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരം വിത്റാണ്. ആ തഹജ്ജുദും വിത്ർ അടങ്ങുന്ന നിസ്കാരം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് അവിടുന്ന് 11 വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിത്ർ 11. ഇനി ഉറങ്ങിയതിനു ശേഷം നിസ്കരിച്ചാൽ വിത്റും തഹജ്ജുദും കൂടിയായി മാറുന്നതാണ്. തഹജ്ജുദും കൂടെ കൂടും. വിധങ്ങൾ സാധാരണ 11. ചിലപ്പോൾ ദീർഘമായ മണിക്കൂറുകൾ ദീർഘുന്ന നിസ്കാരം, കാലുനീര് വരുവോളം നിസ്കരിക്കുന്ന നിസ്കാരം ആവാറുണ്ടെന്ന് മാത്രം. ഏതായിരിക്കട്ടെ, വിത്ർ നമ്മൾ റമളാനിൽ മാത്രം അനുഷ്ഠിച്ചാൽ പോരാ, റമളാനിന് ശേഷവും അത് നിസ്കാരം തുടരണം. ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കണം. 5, 7, 9, 11 നിസ്കരിക്കാൻ കഴിയുന്നവർ നിസ്കരിക്കണം. 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ 3 റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക സൂറത്ത് 1-ാം റക്അത്തിലും 2-ൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും 3-ൽ ഖുൽ ഹുവല്ലാഹു അഹദ് മുഅവ്വിദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, ആ 3 സൂറത്തും കൂടി 3-ാമത്തെ റക്അത്തിലും 3 റക്അത്തൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ 3 റക്അത്തിൽ അങ്ങനെയാണ് ഓതൽ. സുന്നത്തുണ്ട്. നമ്മളിപ്പോൾ റമളാനിലെ തറാവീഹൊക്കെ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കും പോലെ തന്നെ റമളാനിലല്ലാത്തപ്പോൾ അത് ജമാഅത്ത് സുന്നത്തില്ല. റമളാനിൽ ജമാഅത്ത് സുന്നത്താണ്. അതുകൊണ്ട് വിത്ർ നാം ശ്രദ്ധിച്ച് നിർവഹിക്കണം. റമളാൻ കഴിഞ്ഞാലും വിത്ർ നിസ്കരിക്കൽ പതിവാക്കണം. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. അത്രയും നബിതങ്ങൾ നിസ്കരിക്കാറുണ്ട്, നമ്മളും അത് പതിവാക്കണം. ഇവിടുത്തെ സുന്നത്തൊക്കെ പിൻപറ്റണമെന്ന് നമ്മൾ പറയുമ്പോൾ അതും കൂടി പിൻപറ്റണം എന്ന് എന്നോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.